ആദ്യമായിട്ടാണ് ശരിക്കും സ്നേക്ക് റെസ്ക്യൂ ചെയ്യുന്നവരുടെ എല്ലാം ഒരാഗ്രഹമാണ് കിങ്ങിനെ റെസ്ക്യൂ ചെയ്യുന്നത്. എൻ്റെയും അതുപോലെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു കിങ്ങിനെ റെസ്ക്യൂ ചെയ്യണം എന്നുള്ളത്. അത് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വനംവകുപ്പ് നമ്മൾ പഠിപ്പിച്ച രീതിയാണ് ശാസ്ത്രീയമായി എങ്ങനെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാമെന്നുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഇതുവരെയും പാമ്പുകളെല്ലാം റെസ്ക്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ശരിക്കും ഓഫീസിലെ ഡ്യൂട്ടി സമയത്ത് നമ്മൾ വേറൊരു റെസ്ക്യൂവിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ, റോഡ് സൈഡിലാണ് അത്, ആൾക്കാർ കുളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ ഇറങ്ങിയപ്പോഴാണ് ഈ തുണിയലക്കുന്ന കല്ലിനടുത്ത് പാറപ്പുറത്ത് രാജവെമ്പാലയെ കണ്ടത്. അപ്പോൾ തന്നെ വിളിച്ചറിയിക്കുമായിരുന്നു. ഉടനെ തന്നെ ഞങ്ങൾ സ്ഥലത്തെത്തി. ആദ്യമായിട്ടാണ് ശരിക്കും സ്നേക്ക് റെസ്ക്യൂ ചെയ്യുന്നവരുടെ എല്ലാം ഒരാഗ്രഹമാണ് കിങ്ങിനെ റെസ്ക്യൂ ചെയ്യുന്നത്. എൻ്റെയും അതുപോലെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു കിങ്ങിനെ റെസ്ക്യൂ ചെയ്യണം എന്നുള്ളത്. അത് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പേടി തോന്നിയില്ല. പേടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പണി ചെയ്യാൻ പറ്റൂല. ഓരോ പാമ്പിനും ഓരോ സ്വഭാവമാണ്. അത് ഓരോന്നും പ്രതികരിക്കുന്നത് പല രീതിയിലായിരിക്കും. ഇപ്പോൾ അണലിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. എനിക്ക് ഇന്നലെ കിങ്ങിനെ റെസ്ക്യൂ ചെയ്തപ്പോൾ തോന്നിയതെന്ന് പറഞ്ഞാൽ ശരിക്കും കിങ്ങിനെ റെസ്ക്യൂ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അണലിയൊക്കെ റെസ്ക്യൂ ചെയ്യാനായിട്ട്. ഭയങ്കരമായിട്ട് നമ്മളെ അത് ചാടിക്കടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ കിങ് പക്ഷേ അങ്ങനെ എന്നെ ഇന്നലെ ബുദ്ധിമുട്ടിച്ചില്ല. എനിക്ക് തോന്നുന്നു ഒരു 6 മിനിറ്റ്, ആ വീഡിയോ 6 മിനിറ്റാണ്, 6 മിനിറ്റ് അടുപ്പിച്ചേ ഉള്ളൂ. അത്ര സമയത്തിനുള്ളിൽ അതിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നത് ആ ബാഗ്, മീൻസ് നമ്മളൊരു കോട്ടൺ ബാഗിലാണ് ഇതിനെ കയറ്റുന്നത്. അതിനൊരു ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ ബാഗിലാണ്. അപ്പോൾ അതിങ്ങനെ വെള്ളത്തിലായതുകൊണ്ട് പക്ഷേ അങ്ങനെ എന്നെ ഇന്നലെ ബുദ്ധിമുട്ടിച്ചില്ല.